ഇന്നലെ രാത്രിയാണ് ഞെട്ടിക്കുന്ന വാർത്ത വന്നത്. ഫ്രിഡ്ജിലെ ഫ്രീസറിലുള്ള ഒരു പെട്ടിയിൽ ഭ്രൂണം ഒളിപ്പിച്ച വാർത്ത. അതിലിപ്പോൾ സമഗ്രമായ അന്വേഷണം തുടരുകയാണ്. ഏറെ ദുരൂഹതകൾ ബാക്കിയാണ്. ആ വാർത്തയിൽ തന്നെ ആദ്യം പോകുന്നത് കൊടുങ്ങല്ലൂരിലെ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്ന് 3 മാസം പ്രായമായ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം അങ്ങനെ തുടരുകയാണ്. മാസം തികയാതെ പ്രസവിച്ചെന്നും നഴ്സിംഗ് പഠിച്ച താൻ ഭ്രൂണം സ്വയം വേർപ്പെടുത്തിയെന്നുമൊക്കെയാണ് യുവതി നൽകിയ മൊഴി. പക്ഷേ ഇതൊന്നും പോലീസ് കാര്യമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. യുവതിയും യുവാവും പോലീസിന് നിരീക്ഷണത്തിലാണ്. ശ്രീകുമാരൻ തൃശ്ശൂരിൽ ചെയ്യുന്നു. ശ്രീജിത്ത്, ഇന്നലെ ഒരുപാട് വാദഗതികൾ യുവതി പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ സാമാന്യയുക്തിക്ക് പെട്ടെന്ന് ദഹിക്കുന്ന കാര്യങ്ങളല്ല. പോലീസിൽ നിലവിൽ ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ദുരൂഹത നീക്കാൻ എങ്ങനെയാകുമെന്നാണ് പോലീസ് കരുതുന്നത്? ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ. സുഹൈല, ഇന്നലെ ഈ യുവതി നൽകിയ മൊഴി താൻ വീട്ടിലാണ് പ്രസവിച്ചത്, 3 മാസമായിരുന്നു. ഈ ഭ്രൂണം പുറത്തേക്ക് വന്ന സമയത്ത് തനിക്ക് നഴ്സിംഗ് പഠിച്ചതുകൊണ്ട് തനിക്ക് ആ നഴ്സിംഗ് കെയർ എല്ലാം അറിയാം, താൻ തന്നെയാണ് ഭ്രൂണം വേർപ്പെടുത്തിയത് മറ്റൊരു സ്ത്രീയുടെ സഹായത്തോടെ എന്നായിരുന്നു നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് അത് പൂർണ്ണമായി വിശ്വസിച്ചില്ല. ഈ ഭ്രൂണം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം, യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി യുവതി തന്നെ പ്രസവിച്ചതാണ് എന്ന് ഏതാണ്ട് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവരെ നിരീക്ഷിച്ചു വരികയാണ്. 28 വയസ്സുള്ള യുവതിയും 23 വയസ്സുള്ള യുവാവും ഒരുമിച്ചാണ് താമസം. വിവാഹിതരാണോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു പോലീസ് ഒരു വ്യക്തത ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഈ പ്രസവം നടന്നത് ഈ വീട്ടിനുള്ളിൽ വെച്ച് തന്നെയാണ്. അമിതമായ വയറുവേദന അനുഭവപ്പെട്ടു. 23-നാണ് ഈ ഒരു പ്രസവം നടക്കുന്നത്, ഭ്രൂണം പുറത്തേക്ക് വരുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും നിരീക്ഷിച്ചു വരുന്നുണ്ട്. മറ്റു ദുരൂഹതകൾ ഒന്നും തന്നെ സംശയിക്കാനില്ല. പക്ഷെ എന്തുകൊണ്ട് ഇതിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി അവർ നൽകുന്നില്ല. അവർ പറയുന്നത് ഇത് ഡിസ്പോസ് ചെയ്യാൻ, കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ സംസ്കരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ സൂക്ഷിച്ചു വെച്ചതെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൂ. എന്തായാലും യുവതി തന്നെ പ്രസവിച്ചതാണെന്നതിനെ കുറിച്ചുള്ള വ്യക്തത പോലീസ് വരുത്തി കഴിഞ്ഞു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് തുടരന്വേഷണം നടക്കുകയാണ്. സുഹൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.